ഈശോ നമ്മളിലേക്ക് വന്നതും നമ്മളോട് കരുണ കാണിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് നമ്മളുടെ തൻ്റെ കരുണയിലൂടെ സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കാനാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോഴും മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് നയിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപ നമ്മൾ സ്വീകരിക്കുക. ആ കൃപ എന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം നമ്മുടെ ഉള്ളിനെ ഒത്തിരിയേറെ സന്തോഷിപ്പിക്കും. തീർച്ചയായിട്ടും അത് നിങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന സ്കോർ ബോർഡിൽ തന്നെ വന്നിട്ടുണ്ട് ഡോക്ടർ അഭിലാഷ് കെ തോമസ് കുഴിക്കാട്ടിൽ, സെൻറ് അൽഫോൺസസ് ചർച്ച് പള്ളിമുക്ക്. രണ്ടാം സ്ഥാനം അമ്നി ഇമ്മാനുവേൽ കരിക്കാട്ട്, ക്രിസ്തുരാജ് ചർച്ച് കുറ്റിക്കോണം. മൂന്നാം സ്ഥാനം സ്നേഹ ജെ മാത്യു നഞ്ചിലത്ത്, സെൻറ് അൽഫോൺസസ് ചർച്ച് പള്ളിമുക്ക്. 4 ബിന്ദു വർഗീസ് കാക്കനാട്, സെൻറ് ജോർജ് പൊറോണ അമ്പൂരി. ഫ്രാൻസിസ് കളപ്പുറമ്പൻ ശ്രീകാര്യം എമാവൂസ്. ഞാനൊരു കാറ്റഗിസം ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ വചനം പഠിക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നൂറുമേനി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഒരു വചനം പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിലും പലപ്പോഴും നടക്കാറില്ല. എല്ലാം പ്ലാൻ ചെയ്യും, പക്ഷേ 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും മറന്നുപോകും. പക്ഷേ ഈ ഒരു നൂറുമേനിയിൽ നിന്നൊരു മത്സരം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനൊരു ബുക്കൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര ഉത്സാഹമായി. കാരണം അതൊരു മത്സരമാണ്. പിന്നെ ഓരോ ദിവസവും വചനം പഠിക്കാൻ നമുക്കൊരു ടൈം ടേബിൾ കിട്ടിയതുപോലെയായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികളെയും പ്രോത്സാഹിപ്പിച്ചു കാറ്റഗിസം ക്ലാസ്സിലെ. അതുപോലെ തന്നെ ഞാൻ വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾക്കും അതൊരു ഭയങ്കര താല്പര്യമായി. വീട്ടിൽ അവർക്കും വചനം പഠിക്കണം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വചനം പഠിക്കാനായിട്ട് തുടങ്ങി. കഴിഞ്ഞ 3 വർഷങ്ങളിലും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. 100-ൽ കൂടുതൽ വചനം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. വചനം കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്ന് അത് ജീവിതത്തിലുടനീളം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം കിട്ടി. അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ ആത്മീയതയിൽ വളരാനുള്ള കൃപ ലഭിച്ചു. അത് എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ തുടങ്ങിയ ഈ നൂറുമേനിയുടെ പുസ്തകം പഠിക്കാൻ തുടങ്ങിയപ്പോൾ അനുഭവമല്ല, പഠിച്ച് കുറേ കഴിഞ്ഞപ്പം എനിക്കങ്ങ് സ്പിരിറ്റാണ്. സമയമില്ലാത്ത സമയം കണ്ടെത്തി പഠിക്കണം. അതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സമാധാനം, സന്തോഷം, അതുപോലെ നമുക്ക് ഒന്നിനെക്കുറിച്ചൊരു ഉത്കണ്ഠയില്ല. അതായത് പിന്നെ എല്ലാം വചനം പഠിക്കും തോറും നമുക്ക് നല്ല ശക്തി, ബലം, സമാധാനം, സന്തോഷം ഇതെല്ലാം ഉണ്ടാകും. വചന പഠനമെന്ന് പറയുന്നത് ശരിക്കും പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്കരായിട്ടുള്ളവർ ചെറുപ്പം മുതൽ ചെയ്തു പോരേണ്ട ഒന്നാണ്. മുൻകാലത്ത് വചനം പഠനം അത്രയേറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ കാലം മാറിയപ്പോൾ അതിൻ്റെ പ്രാധാന്യം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കി വചനം പഠിക്കാനും അതിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അത് സാധ്യമാവുന്നിടത്തോളം പങ്കുവയ്ക്കുകയും ജീവിതാനുഭവമാക്കി മാറ്റാനും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തികച്ചും നല്ലൊരു കാര്യമാണ്. വചനമെന്ന് പറയുന്നത് പഠിക്കാൻ മാത്രമല്ല, ഇത്തവണ അതിനകത്ത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വചനം അനുഭവിക്കാനും പ്രവർത്തിക്കാനുമുള്ളതാണ് എന്നതാണ് ഈ വർഷത്തെ മോട്ടോ എന്നോ ലോഗോ എന്നോ പറയാവുന്നത്. ഏതായാലും തികച്ചും നല്ലൊരു അനുഭവമാണ് വചന പഠനം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലാണ് നൂറുമേനിയുടെ രജിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് വചനം പഠിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. പഠിച്ചു തുടങ്ങി ഒരു സമ്മാനം ഉദ്ദേശിച്ചല്ല തുടങ്ങിയത്. നൂറുമേനിയിൽ കുറച്ച് വചനം പഠിച്ച് ഇടവക തലത്തിൽ എഴുതാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇടവക തലത്തിൽ എഴുതിയപ്പോൾ കിട്ടി, കൊറോണയിൽ കിട്ടി. അപ്പം കൂടുതൽ അതിലൂടെ വീണ്ടും വചനം പഠിക്കാനുള്ളൊരു ആഗ്രഹമുണ്ടായി. വചനം പഠിച്ചതിന് ശേഷം കുറേയും കൂടെ അത് എൻ്റെ ജീവിതത്തിൽ കുറേ ശാന്തത എനിക്ക് കിട്ടിയതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ 119 സങ്കീർത്തനം എപ്പോഴും വായിക്കുമ്പോൾ
അത് ഫുൾ വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ എപ്പോഴും ഫീൽ ചെയ്യാൻ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് എൻ്റെ മകന് കൂടുതലായിട്ട് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നയിച്ചതായിട്ട് എനിക്ക് പലപ്പോഴും അവന് കുറേ ശാന്തതയും വീട്ടിലുള്ള ദേഷ്യവും ബഹളമൊക്കെ കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട് 110-ാം സങ്കീർത്തനം പഠിച്ചപ്പം. മാത്രമല്ല ഇതിലുള്ള പല വചനങ്ങളും എനിക്ക് പല സാഹചര്യങ്ങളിലും എന്നെ കുറേ നിയന്ത്രിക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഒട്ടും ഓർമ്മശക്തി ഇല്ലായിരുന്നു. ഞാൻ സീസൺ 1 കുറേ വചനങ്ങൾ പഠിച്ചെങ്കിൽ എനിക്കൊന്നും കാര്യമായിട്ട് എഴുതാൻ പറ്റിയില്ല. 30 വചനങ്ങളൊക്കെ എനിക്ക് എഴുതാൻ പറ്റിയുള്ളൂ. സീസൺ 2 എനിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ വചനം പഠിക്കാൻ തുടങ്ങി. അപ്പം ഒരു കുടുംബത്തിന് ഏറ്റവും കൂടുതൽ വചനം എഴുതിയ കുടുംബങ്ങൾക്കുള്ള സമ്മാനം കിട്ടിയായിരുന്നു. സീസൺ 3 ഇപ്പം ഇവിടെ റീജിയണൽ മത്സരത്തിന് ഞങ്ങൾ എത്തി. ദൈവത്തിന് നന്ദി. വചനം പഠിച്ചു തുടങ്ങിയപ്പം ആദ്യമേ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോരോ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. നമ്മുടെ സ്വഭാവത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓരോ വചനം ഓർമ്മയെടുക്കും. പിന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അടുക്കളയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിൽ ഇടയ്ക്കൊക്കെ ഓരോ വചനം ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ എടുക്കാനായിട്ട് സാധിച്ചു.